ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ഇതുവരെ കണ്ടെത്തിയ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ എൻ വാസുവിൻ്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്നാണ് വിധി പറയുക. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അതുപോലെ കൊല്ലത്ത് നിന്ന് എൻ വാസുവിൻ്റെ ജാമ്യാപേക്ഷയെക്കുറിച്ച് പറയാൻ അരുൺ രാജുമുണ്ട്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. വിഷ്ണു സുരേഷ്, ഹൈക്കോടതിയിൽ ഇന്ന് കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ ശരിക്കും വളരെ ആരോടും സംസാരിക്കരുത്, പ്രത്യേകിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന് കോടതി അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമായ വിവരങ്ങൾ കോടതിയിൽ നിന്നായിരിക്കും നമുക്ക് അറിയാൻ കഴിയുക. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. കാരണം അന്വേഷണ സംഘത്തിന് കോടതി അനുവദിച്ചിട്ടുള്ള സമയം അത് പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നൽകുന്ന റിപ്പോർട്ട് ഏറെ പ്രധാനപ്പെട്ടതായിരിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി സമയം നീട്ടിക്കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഈ കേസിലെ പ്രധാനപ്പെട്ട 2 പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ജയശ്രീയും ശ്രീകുമാരും. അവരെ ചോദ്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. അക്കാര്യമൊക്കെ കോടതിയെ ഇന്ന് അന്വേഷണ സംഘം അറിയിക്കും. ഒപ്പം തെളിവെടുപ്പ് അടക്കമുള്ള നടപടിയിലേക്ക് പോകണം. കുറച്ചുകൂടി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് സമയം നീട്ടിക്കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒപ്പം കോടതി ഇന്നത്തെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന നിരീക്ഷണങ്ങളും പരാമർശങ്ങളും അതും ഏറ്റവും ശ്രദ്ധേയമായിരിക്കും. ഇതുവരെ 8 ഇടക്കാല ഉത്തരവുകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ 8 ഇടക്കാല റിപ്പോർട്ടും കേരളത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതായിരുന്നു. അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇന്നും കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ റിപ്പോർട്ട് വായിച്ച ശേഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ശബരിമല ദ്വാരപാലക സ്വർണ്ണപ്പാളിയിലെ സ്വർണം മാറ്റിയതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധന SIT നടത്തിയിരുന്നു. ഒരു പക്ഷേ അതിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലം സീൽഡ് കവറിൽ ഇന്ന് ഹൈക്കോടതിക്ക് നൽകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം പരിഗണിച്ച് ഹൈക്കോടതി ഇന്ന് എന്ത് നിലപാട് സ്വീകരിക്കും, എന്തെല്ലാം നിർദ്ദേശങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകും, ആരുടെയെല്ലാം പേരെടുത്ത് പരാമർശിക്കും, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഏറ്റവും ശ്രദ്ധേയമായ വിഷയമായി വരിക. ദേവസ്വം ബെഞ്ച് രാവിലെ തന്നെ ഏറ്റവും ആദ്യത്തെ കേസായി ഇത് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൊല്ലത്ത് നിന്ന് ഇനി അരുൺ രാജ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ രാജ്, ഗുഡ് മോർണിംഗ്. എൻ വാസുവിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് വരികയാണ്. ചില നേതാക്കന്മാരെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഇപ്പോഴും എൻ വാസു നിരപരാധിയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്തുമാത്രം സഹായം കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് CPM നിന്ന്? മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ വിധിയാണെന്ന് കോടതി പറയുന്നത്. കൊല്ലം വിജിലൻസ് കോടതി ഇതുമായി ബന്ധപ്പെട്ട വാദം നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഈ വാദത്തിൽ എൻ വാസുവിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ച വിവരങ്ങളിൽ ഏറ്റവും പ്രധാനം. ഒരു ഫോർവേഡിംഗ് നോട്ട് മാത്രമാണ് താൻ നൽകിയെന്ന് എൻ വാസു കോടതിക്ക് മുമ്പാകെ ആവർത്തിച്ചെങ്കിലും അത് റെക്കമെൻഡേഷൻ ലെറ്റർ ആണെന്നാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചത്. എന്തായാലും ഈ കാര്യത്തിൽ കോടതി ഇന്ന് അന്തിമ നിലപാട് പ്രഖ്യാപിക്കും. ഒരുപക്ഷെ എൻ വാസുവിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ച ആദ്യത്തെ വ്യക്തിക്കായിരിക്കും ജാമ്യം ലഭിക്കുക. ഒരുപക്ഷെ ഇത് ഹൈക്കോടതിക്ക് മുമ്പിലിരിക്കുന്ന വിഷയമായതിനാൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത, ജാമ്യം കൊടുക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന വസ്തുത കൂടി ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇന്ന് പത്മകുമാർ, മുൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പത്മകുമാറിനെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കും. വലിയ പ്രതിഷേധങ്ങൾക്കായിരിക്കും കോടതിക്ക് മുമ്പിൽ സാക്ഷ്യം വഹിക്കുക എന്നതാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അടക്കം റിപ്പോർട്ട്. അതുകൊണ്ട് വലിയ പോലീസ് വിന്യാസം രാവിലെ മുതൽ തന്നെ ഈ ഇടങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥനായ D സുരേഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയിലും കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കാനാണ് തീരുമാനം. ഓക്കെ, താങ്ക് യു. അരുൺ രാജാണ് വിവരങ്ങളുമായി ചേർന്ന്. എന്തായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. മാധ്യമങ്ങളൊക്കെ തന്നെ കൊല്ലത്തേക്കും കൊച്ചിയിലേക്കും പാഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.